ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത് 2 തവണ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറിയ കേസ് കൂടിയാണ്. അതായത് പ്രോസിക്യൂട്ടർമാരുടെ ആക്ഷേപം എന്നത് ഈ ജഡ്ജി, നിലവിലെ ഹണിയം വർഗീസ് എന്ന ജഡ്ജി ഈ വാദത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല, അവിടെ പക്ഷപാതപരമായ തരത്തിൽ ആണ് വാദമുഖങ്ങളെ കേൾക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ജഡ്ജിയെ മാറ്റണം എന്ന ആവശ്യം വരെ ഉയർന്ന സാഹചര്യമുണ്ട്. സഹകരിക്കുന്നില്ല എന്ന പരാതിയുമായാണ് 2 പേർ മാറിപ്പോയത്. അതിനുശേഷം 3ാമതൊരു പ്രോസിക്യൂട്ടർ കൂടി വന്ന് ശേഷം ആണ് വാദം ഉന്നയിച്ചത്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതി ഇരുഭാഗത്തെയും തുല്യമായി കേൾക്കുമെന്നും ആ ഘട്ടത്തിൽ ഫലപ്രദമായി ഈ വിഷയങ്ങൾ ഉന്നയിക്കാം എന്നുമാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ നിലപാട്. മറ്റൊന്ന് ഈ തെളിവുകൾ എന്നത്, അതായത് ദിലീപിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന 1512 പേജുള്ള ഒരു വിശദീകരണ പത്രിക ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആ വിശദീകരണ പത്രിക സമർപ്പിക്കാൻ ഒരുക്കമാണ് എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഗൗരവമേറിയ കണ്ടെത്തലുകൾ ഇപ്പോഴും ഉണ്ട് എന്നും ആ കണ്ടെത്തലുകൾ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി സസൂക്ഷ്മം വിലയിരുത്തും എന്നും ഉള്ളതാണ്. കോടതിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കപ്പെടും, ഒപ്പം ദിലീപ് ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ വാദപ്രതിവാദങ്ങളെല്ലാം നടന്നത് അടച്ചിട്ട കോടതിയിലാണ്. ആ അടച്ചിട്ട കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളായതുകൊണ്ട് തന്നെ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ മാത്രമാണ് അവിടെ എന്തൊക്കെ വാദങ്ങളാണ് നടന്നത്, എതിർവാദങ്ങൾ എന്തായിരുന്നു എന്നതൊക്കെ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും നൽകുന്നത് ചില ഇൻപുട്ടുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം മാധ്യമങ്ങൾക്ക് അടക്കം ഈ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. പ്രതിഭാഗത്ത് നിന്നും വാദിഭാഗത്ത് നിന്നും ഒക്കെ ലഭിക്കുന്ന ഇൻപുട്ടുകൾ മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതിൽ ചില പിഴവുകൾ ഉണ്ടായേക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആജ്ഞയിലേക്ക് പോകുന്നത്. ആജ്ഞ ഈ വിധി ഇന്നലെ വരുമ്പോൾ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അപ്പോഴും പ്രോസിക്യൂഷനെയും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേർ, നേരിട്ട് പങ്കെടുത്ത 6 പേരെ പിടികൂടുന്നു, അവർക്കെതിരായ തെളിവുകൾ കൃത്യമായി കോടതിയിലെത്തിക്കുന്നു, കോടതിക്ക് അത് പൂർണ്ണമായും ബോധ്യപ്പെടുന്നു. ആ വകുപ്പുകൾ, ബലാത്സംഗം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ആർക്ക് വേണ്ടിയായിരുന്നു ഈ ഗൂഢാലോചന നടന്നത്, ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, അവരിലേക്ക് എത്തിയതിൽ അല്ലെങ്കിൽ ആ തെളിവുകൾ നിരത്തുന്നതിലാണ് പരാജയപ്പെടുന്നത്. എന്തു തന്നെയായാലും ദിലീപ് നിയമ നടപടിക്ക് പോകുന്നു എന്ന സൂചനകളുണ്ട്. അതിൽ 2 സാധ്യതകളാണല്ലോ ഉള്ളത് ആജ്ഞ. അത് ഒരു പക്ഷേ ദിലീപിന് തന്നെ തിരിച്ചടിയാകുമോ എന്ന സംശയമുണ്ടാകുന്നു. അതല്ല എങ്കിൽ ദിലീപിന് കൂടുതൽ വ്യക്തത വരുത്താൻ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ മുഴുവൻ തെറ്റായിരുന്നുവെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള അവസരം എന്താണ് നമുക്ക് ദിലീപിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ദിലീപിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ വായിച്ചെടുക്കേണ്ടത്? അഭിലാഷ്, ദിലീപ് ഒരു പ്രമുഖ നാഷണൽ പത്രത്തിന് നൽകിയ, ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് SITക്കെതിരെ സർക്കാരിൽ പരാതിക്ക് പോകും, SITക്കെതിരെ നിയമ നടപടിക്ക് പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുള്ള SIT സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്നെ 13 മണിക്കൂർ ചോദ്യം ചെയ്തുവെന്ന് മാധ്യമങ്ങൾ പടച്ചുവിടുന്നുണ്ടായിരുന്നു. എന്നെ 1.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്, ബാക്കിയുള്ള സമയത്തൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ സാധാരണ രീതിയിൽ തന്നോട് സംസാരിക്കുകയായിരുന്നു. അതേസമയം അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മുതൽ 6 പ്രതികളുടെ ഇൻവോൾവ്മെന്റ് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘം 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെടുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ പൾസർ സുനി കസ്റ്റഡിയിലാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് അതുമായി ഇൻവോൾവ് ആയിട്ടുള്ള, അതായത് ഈ വണ്ടിയിലുണ്ടായിരുന്ന ആൾ, ഡ്രൈവർ തുടങ്ങിയ ആളുകളൊക്കെ, അതായത് ഈ ട്രാവലറിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് പിന്നീടാണ് ദിലീപിന്റെ ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ദിലീപിലേക്ക് എത്തുന്നതും ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതുമായുള്ള സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, ദിലീപ് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആദ്യം തുടങ്ങുന്ന മഞ്ജു പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ നിന്നാണ് തനിക്ക് എതിരെയുള്ള ആയുധങ്ങൾ മെനഞ്ഞത് അന്വേഷണ സംഘം എന്നാണ് ദിലീപ് ആരോപിക്കുന്നത്. ദിലീപിന്റെ ആരോപണത്തിൽ പ്രധാനപ്പെട്ടത് ADGP അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന വി സന്ധ്യക്കെതിരെയാണ്. അതുമാത്രമല്ല, അതിലുണ്ടായിരുന്ന ചില പോലീസുകാരും അതുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തൻ്റെ മേലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള, അതായത് നടി ആക്രമിക്കപ്പെട്ടിട്ടുള്ള, ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവം തൻ്റെ ഗൂഢാലോചനയാണ്, അതിന് തൻ്റെ പ്ലാനാണ്, അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ താനാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച്, അല്ലെങ്കിൽ തനിക്ക് നേരെ ആ ഗൂഢാലോചന കുറ്റം എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ച്
തന്നെ കുടുക്കാനായിരുന്നു ശ്രമം. തൻ്റെ കുടുംബം, അതുപോലെ ഭാവി, ഇതുമായി ബന്ധപ്പെട്ടുള്ള കരിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുകയായിരുന്നു, ഇമേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതിലൂടെ അവർക്ക് നേട്ടം കൊയ്യാനുണ്ടായിരുന്നു എന്നാണ് ദിലീപ് ആരോപിക്കുന്നത്. എന്തായാലും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ദിലീപ്. അത് പ്രധാനമായും ദിലീപ് ഉന്നയിക്കുന്ന SIT ആ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത്. അതേസമയം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട നിരപരാധിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ ഒരു കോടതിക്കുമെതിരെ, ഒരു ജഡ്ജിനുമെതിരെ ഇല്ലാത്ത അത്രയും പ്രചാരണങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പ്രഖ്യാപിച്ച ജഡ്ജിനെതിരെ ഉണ്ടാകുന്നു. പല ആളുകളും അത്തരത്തിൽ, പല അഡ്വക്കേറ്റ്സും അത്തരത്തിൽ ജഡ്ജിനെതിരെ വരുന്നു. ജഡ്ജ് ദിലീപിനെ ചേംബറിൽ കാണുമ്പോൾ ജഡ്ജിന്റെ ചേംബറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നു. തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ജഡ്ജിനെതിരെ വരുന്ന ഒരു സാഹചര്യം കൂടെയാണ്. നമുക്കറിയാം, നേരത്തെ പോലും പല കേസിന്റെയും വിധി പുറത്തു വരുമ്പോഴും എല്ലാ കേസിലും വിധിയിൽ തൃപ്തിയില്ല എന്ന് പറയുമ്പോഴും ജഡ്ജിനെതിരെ ഇത്ര കടുത്ത ഒരു ആരോപണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം വളരെ വിരളമായിരുന്നു. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലായാലും പൊതുവികാരമായാലും അത്തരത്തിൽ തന്നെയാണ് എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് വേണം പറയാൻ. അതേസമയം ഈ ജഡ്ജിനെതിരെ നേരത്തെ തന്നെ ഈ 2 പ്രോസിക്യൂട്ടർമാർ പിന്മാറിയ സാഹചര്യം, ജഡ്ജി സഹകരിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ച് 2 പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്നു. ഏറ്റവും ഒടുവിലെത്തിയ അഡ്വക്കേറ്റ് രാജകുമാർ ആയിരുന്നു ഇതിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. അതുമാത്രമല്ല, ഈ പ്രോസിക്യൂഷന് തെളിവുകൾ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കാൻ ജഡ്ജിന് കഴിഞ്ഞത്. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടും അതിജീവിത ഹൈക്കോടതിയിൽ എത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ജഡ്ജിനെ മാറ്റണമെന്നും കോടതി മാറ്റണമെന്നും ഒക്കെയുള്ള ഹർജിയും അതിജീവിത അതുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയിലെത്തിയിരുന്നത് ഹൈക്കോടതി പിൻവലിച്ചു. അതിൽ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ദിലീപിന് ഇപ്പോൾ അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ദിലീപ് പറയുന്നത് തൻ്റെ കുടുംബത്തെ ഇത്തരത്തിൽ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു, തൻ്റെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഇമേജ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ വെച്ചുകൊണ്ട് SITക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ SITയിൽ ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇതിൻ്റെ 8 വർഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലാതായിട്ടുള്ളത്. അത് ഈ 8 വർഷമാണ് താൻ കുറ്റാരോപിതനായി നിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ തനിക്ക് ഈ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിൻ്റെ ഇമേജ് വീണ്ടെടുത്തേ പറ്റുള്ളൂ. കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ജനപ്രിയ നായകനെ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇനിയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ ഇനിയും ഈ പറയുന്ന ദിലീപ് ജോണർ സിനിമകൾക്കുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യം ദിലീപ് തന്നെ തെളിയിക്കേണ്ടിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദിലീപിന് ഒരു പക്ഷേ ഈ 8 വർഷത്തെ ഒരു ഗ്യാപ്പ്, ഇടവേള, അതാണ് സിനിമാ മേഖലയിലേക്ക് അടക്കം ദിലീപിന്റെ തിരിച്ചുവരവിന് കളമൊരുക്കുന്ന ഒരു വിധിയായി ഇത് മാറുന്നുണ്ടോ എന്നത് എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്ത്, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നതെല്ലാം നിർണായകമാകാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ദിലീപ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഉറപ്പിച്ച് അക്കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുമില്ല. എന്തായാലും 2017 ഫെബ്രുവരി 17 ആയിരുന്നു ഈ സംഭവത്തിന്റെ തുടക്കം എന്നറിയാം. 8.5 വർഷങ്ങൾക്ക് ശേഷം ആണ് പിന്നീട് ഇത് വിധി പ്രസ്താവം ഉണ്ടാവുകയും ചെയ്തത്. കേരളം ഒന്നടങ്കം